Hello friends, welcome to my YouTube channel. ഇപ്പോൾ ഇന്ന് LSS ക്ലാസ് 23 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റത്തെ മാത്സിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മാത്സിലെ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. പിന്നെ എല്ലാവരും ബോണസ് ക്വസ്റ്റ്യന് ഉത്തരവും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് കേട്ടോ. ഒരു ഫുട്ബോൾ പന്തിൻ്റെ ആകൃതി എന്താണ്? ഒരു ഫുട്ബോൾ പന്തിൻ്റെ ആകൃതി എന്താണ്? ഉത്തരം ഗോളാകൃതിയാണ്, ഗോളം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു ചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? ഒരു ചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? ഉത്തരം 4 ആണ്. 4 വശങ്ങളാണ് ഒരു ചതുരത്തിന്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു ചതുരക്കടലാസിൻ്റെ ഒരു മൂല മുറിച്ചാൽ എത്ര മൂലകൾ ഉണ്ടാകും? ഒരു കടലാസിൻ്റെ ഒരു മൂല മുറിച്ചാൽ എത്ര മൂല ഉണ്ടാകും? ഇപ്പം ഞാൻ ഇവിടെ ഒരു വരയ്ക്കുന്നുണ്ട് ചതുരം. ഞാൻ ഇവിടെ ഒരു ചെറിയ മൂല മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി എത്ര ഉണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5. അപ്പോൾ 5 മൂല ഉണ്ട് കേട്ടോ. നാലാമത്തെ ചോദ്യം നോക്കാം. അപ്പുവിൻ്റെ കയ്യിൽ 3000 രൂപ ഉണ്ട്. എല്ലാം 200 രൂപ നോട്ടുകൾ എങ്കിൽ എത്ര? ഉത്തരം 15 ആണ്. ഇതിങ്ങനെ ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ 5 × 10 5 × 10 അല്ല 5 × 2 10 അല്ലേ? അപ്പോൾ 10. അപ്പോൾ പിന്നെ 15. അപ്പോൾ 1 2 3 അങ്ങനെ ചെയ്തു കേട്ടോ. 3000 രൂപയല്ലേ? അപ്പോൾ ഞാൻ 5 10 15 3000 3 പ്രാവശ്യം ചെയ്തു. നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. 143 റോമൻ നമ്പർ കണ്ടുപിടിക്കുക. ഉത്തരം CXL 111 ആണ്. അല്ല I അല്ല 1 ആണ് കേട്ടോ. ഇത് അതിൽ പോയിട്ടോ. ആറാമത്തെ ചോദ്യം നോക്കാം. 2 4 8 0 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? ഉത്തരം 2048 ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഏഴാമത്തെ ചോദ്യം. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? ഇത് ഈസിയാണ് കേട്ടോ. 99999. എട്ടാമത്തെ ചോദ്യം നോക്കാം. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏതാണ്? ഉത്തരം 1 ആണ്. 9ാമത്തെ ചോദ്യം. 25 റോമൻ നമ്പർ കണ്ടെത്തുക. ഇത് ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ 5 ആണ്. 5ന് നമ്മൾ V ആണ് എഴുതുക. പിന്നെ 2ന് 10 10. അപ്പോൾ 10 10 20 5 അങ്ങനെ എഴുതിട്ടോ. 10ാമത്തെ ചോദ്യം നോക്കാം. 3000 500 41 ചേർന്ന സംഖ്യ ഏതാണ്? ഉത്തരം 3504 ആണ്. നീതു 4000 രൂപ നോട്ട് ചില്ലറ ആക്കിയപ്പോൾ കിട്ടിയത് എല്ലാം 500 രൂപ നോട്ടുകൾ. എത്ര നോട്ടുകൾ ആയിരിക്കും കിട്ടിയത്? 4000 അല്ലേ? 500 1000 1500 2000 2500 3000 3500 4000. 8 ആണ് കേട്ടോ. 8. പാറ്റേൺ പൂർത്തിയാക്കാനാണ്. 50 96 50 97 50 98 50 99. അപ്പോൾ ഇവിടെ 96 97 99 98 99 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 100 ആവും. അങ്ങനെ കേട്ടോ. ഇനി 7777 എത്ര നൂറുകളുണ്ട്? ഇത് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ.
എത്ര നൂറുകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 100-ൽ എത്ര പൂജ്യം ഉണ്ട്? 100 എഴുതുമ്പോൾ 100-ൽ 2 പൂജ്യമാണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ 2 മറിച്ച് പിടിക്കുക. ഇപ്പോൾ ബാക്കി 77 ഇതാണ് കേട്ടോ. ഇനി 3 പൂജ്യം ഉണ്ട് ചോദിച്ചാലോ? എത്ര ആയിരങ്ങളുണ്ട് ചോദിച്ചാൽ 1000-ൽ 3 പൂജ്യമല്ലേ? 3 പൂജ്യം മറിക്കുക. ഇപ്പോൾ ബാക്കി 7. അപ്പം അങ്ങനെ കേട്ടോ ഇത് കണ്ടുപിടിക്കുക. ഇത്ര ചോദ്യം കൂടി ഉള്ളൂ കേട്ടോ. 14-ാമത്തെ ചോദ്യം ഇതാണ് കേട്ടോ. തുക കാണുക. 4800 പ്ലസ് 2400 പ്ലസ് 1300 ഈക്വൽ ടു 8500 ആണ്. 5-ാമത്തെ ചോദ്യം നോക്കാം. ഏറ്റവും വലിയ 2 അക്ക സംഖ്യയോട് 1 കൂട്ടിയാൽ എത്രയാണ്? അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ 2 അക്ക സംഖ്യ നോക്കുക. ഏറ്റവും വലിയ 2 അക്ക സംഖ്യ 99 ആണ് കേട്ടോ. ഇവിടെ 1 കൂട്ടിയാൽ 100 ആണ്. പിന്നെ എല്ലാവരും ഇതൊക്കെ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉത്തരം നോക്കാൻ കേട്ടോ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? ഉത്തരം 1000 ആണ് കേട്ടോ. സംഖ്യാ പാറ്റേൺ പൂർത്തിയാക്കുക. 2000, 4000, 6000, പിന്നെ 8000, പിന്നെ 10,000, പിന്നെ 12,000 അങ്ങനെയാണ് കേട്ടോ. ഇത് 2 വെച്ചിട്ടാണ് കൂടി പോണത്. 6000 കഴിഞ്ഞാൽ 7000, 8000, 9000, 10,000, 11,000, 12,000 അങ്ങനെയാണ്. 18-ാമത്തെ ചോദ്യം നോക്കാം. 3680 അക്ഷരത്തിൽ എഴുതുക. ഉത്തരം 3680 ആണ് കേട്ടോ. ഇനി 3000-നും 4000-നും ഇടയിൽ എത്ര സംഖ്യകളുണ്ട്? ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ 4000-ൽ നിന്ന് 3000 കുറയ്ക്കണം. അപ്പോൾ 1000 ആണ് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് 1 മൈനസ് ചെയ്യണം. 1 മൈനസ് ചെയ്താൽ ഉത്തരം കിട്ടും കേട്ടോ. ഇനി 14808 ഈ സംഖ്യ അക്കത്തിൽ എഴുതുക. 14808 അക്കത്തിൽ എഴുതി ഇങ്ങനെയാണ്. ഇനി 300 മുതൽ 400 വരെ എഴുതുമ്പോൾ 3 എത്ര ചോദ്യത 3000 മുതൽ 4000 വരെ എഴുതുമ്പോൾ എത്ര തവണ എഴുതുമ്പോൾ 3 എത്ര തവണ എഴുതണം? ഉത്തരം 40 തവണ എഴുതണം. ഇനി 22-ാമത്തെ ചോദ്യം നോക്കാം. 3000 പ്ലസ് ഡാഷ് ഈക്വൽ ടു 10000. ഉത്തരം 7000 ആണ്. 7000 പ്ലസ് 3000 ഈക്വൽ ടു 10000 ആണ്. ഇത് നമ്മൾ 3 പ്ലസ് 7 നോക്കിയാൽ മതി. 7 കഴിഞ്ഞ് 8, 9, 10 അങ്ങനെ. അപ്പോൾ 3000 രൂപയുടെ ഒരു ഫാനും 2250 രൂപയുടെ ഒരു കസേരയും 4750 രൂപയുടെ ഒരു മിക്സിയും വാങ്ങി. അപ്പുവിന് ആകെ എത്ര രൂപ ചിലവായി? ഉത്തരം 10000 രൂപയാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ചോദ്യമാണ് കേട്ടോ. ടാൻഗ്രാമിൽ എത്ര വ്യത്യസ്ത തരം രൂപങ്ങളുണ്ട്? ടാൻഗ്രാമിൽ എത്ര വ്യത്യസ്ത തരം രൂപങ്ങളുണ്ട്? ഉത്തരം 3 എണ്ണമാണ് ടാൻഗ്രാമിൽ വ്യത്യസ്ത തരം രൂപങ്ങളുള്ളത്. ഇനി 25-ാമത്തെ ബോണസ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്കുള്ളത്. ടാൻഗ്രാമിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ട്? ടാൻഗ്രാമിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ട്? ഇതിൻ്റെ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നിങ്ങളുടെ കഴിഞ്ഞ വട്ടത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഞാൻ ചോദിച്ചത്. സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്തേത്? സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്തേത്? ഉത്തരം നങ്ങ്യാർകൂത്താണ്.
അരങ്ങേൽക്കൂത്താണ് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.